So hello guys, ഒരു അടിപൊളി പുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അൺബോക്സിംഗ് വീഡിയോയാണ്. ഒരു മിനി UPSും അതുപോലെ HD വെബ്കാം ആണെന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാം വേണ്ട പോലെ ചെയ്തിട്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ട് പ്രൊഡക്റ്റ് ഇതാണ്. ഡോക്ടർ ക്രോമിൻ്റെ ഒരു മിനി UPSും പിന്നെ ഇതാ ഫുൾ HD 1080p USB വെബ്കാം BigPassport എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് നീ അങ്ങോട്ട് പോകാം. നമുക്ക് ഇവനെ ആദ്യം എടുക്കാം. അപ്പോൾ നേരെ നമുക്ക് ഇവനെ അൺബോക്സ് ചെയ്യാം. ലേശം കൗതുകം കൂടുതലായതുകൊണ്ട് തന്നെ നേരത്തെ ഒന്ന് പൊളിച്ച് നോക്കിയായിരുന്നു, പിന്നീട് അത് ഇടാൻ പറ്റിയില്ല. ഇത് യൂസിങ് മാനുവലാണെന്ന് തോന്നുന്നു. അതെ, ഫീച്ചേഴ്സും സെറ്റിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഓപ്പൺ ചെയ്യാം. ഒരു മിനി ട്രൈപോഡ് നമുക്ക് തരുന്നുണ്ട് അവർ. വലിയ കുഴപ്പമില്ല, എന്നാലും ക്വാളിറ്റിയൊക്കെ ആ ചെറിയത് പ്രതീക്ഷിച്ചാൽ മതി. ആശാൻ ഇവിടെ ഇരി. ഗായ്സ്, ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, BigPassport HD 1080p എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതോടെ ട്രൈപോഡെ കണക്ട് ചെയ്യാനും പിന്നെ ഐറ്റംസിനൊക്കെ വേണ്ടിയുള്ള കാര്യമൊക്കെ ഇവിടെയുണ്ട്. ഇതെന്താ, ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അതാ ഇത്രയാണ് സാധനം. ട്രൈപോഡിലോട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ആയിരിക്കും. അയ്യോ, കയറങ്ങോട്ടോ. ഇപ്പം നമ്മുടെ അതേ ട്രൈപോഡ് അല്ല ക്യാമറ നമ്മുടെ ട്രൈപോഡിലിട്ട് വെച്ചിരുന്നത് കുഞ്ഞാൻ ട്രൈപോഡാണ്. ഇതിന് ഇച്ചിരി ലെങ്ത് ഉണ്ട്. ടേബിളിലൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്താ ലെവന് ഇതിങ്ങനെയൊക്കെ അങ്ങ് വെക്കാം. ഇതാണ് നമ്മുടെ സാധനം, HD ക്യാമറ. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ USB വെബ്കാമിൻ്റെ മെയിൻ ഫീച്ചേഴ്സിലോട്ടൊക്കെ കിടക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഫുൾ HD 1080p എന്ന് കാണിച്ചിട്ടുണ്ട്. BigPassportൻ്റെയാണ് സാധനം. അപ്പോൾ മേലോട്ട് വരുമ്പോൾ ഫേസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ ഫോക്കസ് എന്ന് പറയും. പിന്നെ USB പ്ലഗ് ആൻഡ് പ്ലേ, USB-യിലാണ് ഇതിൻ്റെ എല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇൻബിൽട്ട് മൈക്ക്, അതിനകത്ത് തന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. PC ആൻഡ് ലാപ്ടോപ്പിന് വർക്ക് ചെയ്യാൻ പറ്റും, ക്യാമറ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഫ്ലെക്സിബിൾ സ്റ്റാൻഡ്, അതാണിത് ഈ മിനി ചേട്ടൻ. ഇവനെ നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കും. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്കൈപ്പ്, സൂം, iOS, വിൻഡോസ്, മൈക്രോസോഫ്റ്റ് ടീംസ് എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ക്യാമറ കമ്പാറ്റബിൾ ആവുന്ന സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്കൈപ്പ്, സൂം, iOS, വിൻഡോസ്, മൈക്രോസോഫ്റ്റ് ടീംസ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിലോട്ടൊക്കെ വരുവാണെങ്കിൽ 2MP ഒരു ക്യാമറയാണ് നൽകുന്നത്. കാരണം അത്രയും കുറവാണെന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ അത് മതി. പിന്നെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ 1080p ആണ്. ഇമേജ് ഫ്രെയിം റേറ്റ് ഒക്കെ നമുക്ക് തരുന്നത് 1080p ആണ്. പിന്നെ അത് 30 FPS-ലാണുള്ളത്. ഇതിന് ഓഡിയോയും കാര്യങ്ങളും USB മൈക്രോഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് തന്നെ നേരത്തെ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഓഡിയോ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത അൺബോക്സിങ് സാധനം എന്ന് പറഞ്ഞാൽ ഇവനാണ്. ഡോക്ടർ ക്രോമിൻ്റെ അല്ല, ഡോക്ടർ കോം.
മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സ്മാർട്ട് UPS ആണ് സാധനം. മിനി UPS 29,600 മെഗാവാട്ട്സ് ചാർജിങ് കപ്പാസിറ്റിയും 8,000 mAh സ്റ്റോറേജ് ബാറ്ററി സ്റ്റോറേജും ഈ ഡോക്ടർ കോം നമുക്ക് നൽകുന്നുണ്ട്. 3-in-1 മിനി സൈസിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് അത്രയും വലിയ UPSനേക്കാളും അതിൻ്റെ 3-1 അത്ര വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ടാണ് മിനി സൈസ് എന്ന് പറയുന്നത്. അതുപോലെ സ്മാർട്ട് ചാർജിങ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, അതിപ്പോൾ നമ്മൾ ചാർജ് കുത്തി വെച്ചാലും അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഫുള്ളാവും. എന്നാൽ പോലും നമുക്കത് പിന്നീട് ചാർജ് ഊരേണ്ട ആവശ്യമില്ല. അത് അവിടെ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ബാക്കപ്പായി അവിടെ കിടന്നോളും. പിന്നെ അപ് ടു 6 hour ബാക്കപ്പ് ആണ് നൽകുന്നത്. ചാർജിങ് കപ്പാസിറ്റി 6 മണിക്കൂറാണ് നൽകുന്നത്. നമുക്കിതിനെ അൺബോക്സ് ചെയ്തേക്കാം. ഇവനാണ് സാധനം. നമുക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് എടുത്ത് പുറത്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. എൻ്റെ കൈക്കാത്ത് ഒതുക്കുന്ന ഒരു UPS എന്ന് പറയുന്നത്, കൈക്കാത്ത് ഒതുക്കുന്ന ഒരു UPS വിശ്വസിക്കും. പേപ്പർ കാര്യങ്ങൾ ഡോക്ടർ കോം എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മാനുവൽ ഫീച്ചർ അതൊന്നും നോക്കണ്ട, അത് വിടും. ഇതെന്താണ് അതുപോലെ പറഞ്ഞു ഒരു ബോക്സാണ്. അതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കണക്ട് ചെയ്യേണ്ടതും പിന്നെ വേറെ UPSലോട്ട് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അങ്ങ് മാറിയിരി. ഇവനാണ് ഐറ്റം. ഇത്രയേ ഉള്ളൂ. ഒരു പവർ ബാങ്കിനേക്കാളും ചെറുത്. എനിക്ക് തോന്നുന്നു പവർ ബാങ്ക് ഇത്ര വീതി ഉണ്ടെങ്കിലും ഇത്ര നീളം കുറവുള്ള സാധനം ഉണ്ടാവില്ല. ഉണ്ട്, എന്നാലും കൊള്ളാം. പവർ ബാങ്കിൻ്റെ അത്രയേ ഉള്ളൂ. ഡോക്ടർ കോം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇവിടെ പവറിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ LED അത് 4 കൊടുത്തിട്ടുണ്ട്. ലോ ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 5 wattsൻ്റെ ഒരു പോർട്ട് കൊടുത്തിരിക്കുന്നത് ഫോണുകൾക്ക് വേണ്ടിയാണ്. പവർ ബാങ്ക് പോലെ. പിന്നെ 9 watts എന്ന് പറഞ്ഞാൽ പഴയ വൈഫൈ മോഡങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്കാണ്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുതിയ ഫൈബർ മോഡൽസൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ അതുപോലെ പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. പവർ LED 5 watts, 9 watts, 12 watts. അടുത്ത സൈഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ചെറിയൊരു സാധനത്തിൻ്റെ ചാർജ് ചെയ്യുന്ന പോർട്ടാണ്. ഈ മോഡൽ നെയിം എന്ന് പറയുന്നത് DRU-8000. അത് 8,000 mAh ബാറ്ററി സ്റ്റോറേജ് ഉള്ളതുകൊണ്ടായിരിക്കണം. 8,000 mAh ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് 6 മണിക്കൂറൊക്കെ കിട്ടും. അപ്പം അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ സ്പെസിഫിക്കേഷനിലോട്ട് കിടന്നാലും മോഡൽ നെയിം നേരത്തെ പറഞ്ഞാലും DRU-8000 ആണ്. കപ്പാസിറ്റി 29,600 mAh ബാറ്ററിയാണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 watt DC ആണ് കൊണ്ടിരിക്കുന്നത്. ഔട്ട്പുട്ട് 5 watts 2 ampere, 9 watts 1 ampere അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. 12 watts 2 ampere അങ്ങനെ മാക്സ് 3000 watts 30 watts ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവർ ചാർജ്, അവർ കറണ്ട് ആൻഡ് ഓവർ ഡിസ്ചാർജ്, ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. ഒന്നും കുഴപ്പമില്ല, സീനില്ല. ഇവിടെ കുറേ ഇംഗ്ലീഷ് ഉണ്ട്, അത് വായിക്കാൻ തന്നെ കുറേ ടൈം പോകും. പിന്നെ ക്വിക്ക് ഇൻസ്റ്റാളേഷൻ, അതായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഡോക്ടർ കോം എന്ന് പറയുന്ന സാധനം. ഇത് വെബ് ക്യാമിലോട്ട് പോകും, വൈഫൈ മോഡത്തിലോട്ട് പോകും. പ്ലഗിൻ ചെയ്തിട്ടുള്ളതാണ്. പ്ലഗിൻ ചെയ്ത് വൈഫൈ മോഡം, അത് കഴിഞ്ഞ് മിനി മോഡം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ കാര്യങ്ങൾ. ചെറിയവനാണെങ്കിലും വേറെ ലെവലാണ്, വേറെ പുള്ളിയാണ്. അപ്പോൾ നമ്മൾ ഈ ഡോക്ടർ കോം എന്ന് മേടിച്ചതിന് വേറൊരു ഉപകാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞത് ഈ കേബിൾസാണ്. 3 കൺവേർട്ടേഴ്സും പിന്നെ കേബിൾസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവന്മാരൊക്കെയാണ് സാധനങ്ങൾ. കൺവേർട്ടേഴ്സും പിന്നെ 3 കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല മെത്തേഡുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്, കേബിളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ കണ്ടുവരുന്ന കൺവേർട്ടേഴ്സ് ഇവന്മാരൊക്കെയാണ് ഐറ്റം. അപ്പോൾ അതെന്തായാലും കൊള്ളാം. ലാഭമായി തോന്നിയത് ഈ കേബിളിൻ്റെ യൂസേജ് നിൽക്കും, പിന്നെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ കോം. വേറാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കരുത്. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എന്നെ വിളിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുത്തൻ പ്രൊഡക്ട്സ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ അൺബോക്സ് ചെയ്യും. വേണ്ട പോലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. അപ്പോൾ ഒരു പുതുവത്തം വീഡിയോ ഇട്ട് കാണുന്നോടം വരെ ടാറ്റാ, ഗുഡ് ബൈ.